ഭിന്നശേഷിക്കാരനായ ഒരു കർഷകനെ പരിചയപ്പെടാം ഈ കർഷക ദിനത്തിൽ. കപ്പയും മുളകും വെണ്ടയുമെല്ലാം നന്നായി വിളയിക്കുന്ന ഒരു കർഷകൻ മാത്രമല്ല ഇദ്ദേഹം, ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. KPM സലീം, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. കരിങ്കല്ലത്താണി ബ്യൂറോയുടെ ഒരു റിപ്പോർട്ടിലേക്ക്. മലയാളം അധ്യാപകനാണ് KPM സലീം. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനും. ഒന്നിനും അദ്ദേഹത്തിൻ്റെ വൈകല്യം തടസ്സമായില്ല. പോളിയോ ബാധിച്ചാണ് ജനിച്ച് 8-ാം മാസം KPM സലീമിന് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടത്. ക്രച്ചസിൻ്റെ സഹായത്തോടെയാണ് പിന്നീട് ജീവിതവുമായി മുന്നോട്ട് നീങ്ങിയത്. ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷനായതിനു ശേഷം ഒഴിവു സമയങ്ങളിൽ സലീം കൃഷി ചെയ്യാനായി സമയം കണ്ടെത്തി. കിളച്ച് നിലമൊരുക്കലും വിത്തുകൾ പാവലും കിളപറിക്കലും തുടങ്ങി വളപ്രയോഗം വരെ കൃത്യമായി സലീം ചെയ്യും. സഹായത്തിനായി സുഹൃത്തായ റഷീദ് മുറിയൻകണ്ണിയും ഒപ്പമുണ്ടാവാറുണ്ട്. കൃഷിയോടുള്ള അമിത താൽപ്പര്യമാണ് ഈ തിരക്കിനിടയിലും കൃഷി ഇറക്കാൻ കാരണമെന്ന് സലീം പറഞ്ഞു. വൈകല്യമുണ്ടെങ്കിലും ഒരു ജോലിയും തനിക്കൊരു ഭാരമായി തോന്നിയിട്ടില്ലെന്ന് KPM സലീം പറയുന്നു. ശാരീരിക പരിമിതി ഉള്ള ഒരാളാണ് എന്നുള്ള ചിന്ത പലപ്പോഴും എനിക്ക് ഉണ്ടാവാറില്ല. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഈ ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യവും അതുപോലെ തന്നെയാണ്. എല്ലാ പ്രവൃത്തിയും നമുക്ക് സ്വാഭാവികമായിട്ടും കൃഷിക്കാരാണെങ്കിലും അവർ ചെയ്യാറില്ല. അവർക്ക് പറ്റുന്നതിനേക്കാൾ അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തനത്തിനപ്പുറത്ത് സഹായം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജോലിക്കാർ ആവശ്യമായിട്ട് വരും. തീർച്ചയായിട്ടും അവരെ സഹായം തേടും. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ സുഹൃത്ത് റഷീദും അതുപോലെ തന്നെ മറ്റ് ആവശ്യമാണെങ്കിൽ പുറത്തുനിന്നുള്ള കൂലി വേലക്കാരെയും ഒക്കെയാണ് നമ്മൾ സഹായത്തിന് വേണ്ടി ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അത് കളപറിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ എനിക്ക് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഈ കാണുന്ന കപ്പയുടെ തുടക്കം നമുക്കറിയാം. നമ്മുടെ കപ്പയുടെ തറി അത് കഷ്ണിച്ച് വേണം ചെയ്യാൻ. അതിൽ സിംഹഭാഗവും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെയാണ് കഷ്ണിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെനിക്ക് വളരെ സംതൃപ്തിയുണ്ട്. കാരണം സലീം പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ ചാമപ്പറമ്പ് മുറിയക്കണ്ണിയിലെ മുടുക്കുന്ന് പാടശേഖരത്തെ 1.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് കപ്പ, മുളക്, വെണ്ട, വഴുതന തുടങ്ങിയവ കൃഷി ചെയ്യുന്നത്. തികച്ചും ജൈവമാണ് കൃഷിരീതി. വിദ്യാർത്ഥികളെ ഉൾപ്പെടെയുള്ളവരെ കൃഷിയിലേക്ക് അടുപ്പിക്കുകയാണ് ഉദ്യമത്തിൻ്റെ ലക്ഷ്യമെന്ന് സലീം പറയുന്നു. അനുസരിച്ച് സമയലഭ്യതക്കനുസരിച്ച് ഓരോരുത്തരും അവനവൻ്റെ വീട്ടിലാണെങ്കിൽ ഇത്തിരി മണ്ണാണെങ്കിലും ആ മണ്ണിനെ നമ്മൾ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും ആ മണ്ണ് നമ്മൾ ചതിക്കില്ല. അത് നമുക്ക് മറ്റ് സാമ്പത്തികമായ ലാഭത്തിനപ്പുറത്ത് നമ്മുടെ മാനസികമായിട്ടുള്ള അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വലിയൊരു ഉന്മേഷവും ഒരു ഊർജ്ജവും തീർച്ചയായിട്ടും അത് നൽകും എന്ന് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മാർച്ച് മാസത്തിൽ നട്ട കപ്പ സെപ്റ്റംബർ മാസം അവസാന വാരം വിളവെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണിവർ. വെണ്ടയ്ക്ക ഒന്നിടവിട്ട ദിവസങ്ങളിലും വഴുതന, മുളക് എന്നിവ ആഴ്ചയിൽ 2 തവണയും വിളവെടുക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിങ്കല്ലത്താണി.